വൈകുന്നേരം കൊതുകൊക്കെ വരുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ള പരിപാടിയാണ് എന്തെങ്കിലും ഒരു പീസ് പേപ്പർ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കൊതുക് തിരിയില്ലേ, കൊതുക് തിരി കുത്തി വെച്ച് നിർത്തുക, അങ്ങനത്തെ ഒക്കെ ഉള്ളത് കേട്ടോ. എന്നും ഓരോന്നായിട്ടായിരിക്കും കേട്ടോ ഞങ്ങൾ പരീക്ഷിക്കുക. ഒരു ദിവസം വാതിലിൻ്റെ അവിടെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വേറെ എവിടെയെങ്കിലും ആയിരിക്കും കുത്തി വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ വീട്ടിലൊരു ആർക്കും വേണ്ടാത്തൊരു പഴയ ഒരു CD ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ റൗണ്ട് ഒന്ന് ഇതുപോലെ മാസ്കിങ് ടേപ്പ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ആ കൊതുക് തിരിയൊക്കെ ഒന്ന് കുത്തി വയ്ക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പ്ലാനായതുകൊണ്ടുണ്ടായിരുന്നത്. ആക്ച്വലി ചെയ്യുന്ന സമയത്ത് വലിയ പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് ചെയ്ത് തുടങ്ങുന്നേ അപ്പോഴല്ലേ നമുക്ക് ഓരോ പ്ലാനുകൾ വരിക. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള മോൾഡിറ്റ് എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതാക്കി വയ്ക്കുകയാണ് കേട്ടോ. കാരണം എന്താ, അത് നമ്മളാണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോവില്ലേ. അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ഇല്ലാണ്ടായി പോവുമല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല. ബാക്കിയുള്ള ഈ മോൾഡിറ്റൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ കരുതിയത് എന്തെങ്കിലും ഒരു ഈ ചന്ദനത്തിരി കുത്തി വയ്ക്കുന്ന ആ ഒരു സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നായിരുന്നു. പിന്നെ വിചാരിച്ചാൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, അപ്പം നമ്മളെ വെറുതെ ഇതിൻ്റെ ചന്ദനത്തിരിയൊക്കെ കുത്തിയിറക്കുന്നു. ഞാൻ വിചാരിച്ചു ഒരു കണ്ണിൻ്റെ ഉള്ളിൽ കുത്തിയിറക്കുന്ന പോലത്തെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ണിൻ്റെ കൃഷ്ണമണി ആയതുകൊണ്ട് ആ ബോൾസ് അതുപോലെ വരുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ബോൾ വെച്ച്, പിന്നെ നമുക്ക് മേലും താഴെയാൽ കൃഷ്ണമണി ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ആ സാധനമില്ലേ, അപ്പോൾ അത് കൺപോള അതുണ്ടാക്കുകയാണ് കേട്ടോ. അതും ആ ബോളിൻ്റെ മുകളിലും പിന്നെ അതുപോലെ തന്നെ താഴെയും ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ ഫെവിക്കോൾ മതി കേട്ടോ. മതി എന്നല്ല, ഫെവിക്കോൾ ആണെങ്കിലും കുഴപ്പമില്ല എന്നാണ്. ബിക്കോസ് അതാണെങ്കിൽ അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് പോരുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഒട്ടി നിൽക്കണം എന്നാണെങ്കിൽ വേറെ ഏതെങ്കിലും ഗം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് മേലെ ഒരു ചന്ദ്രനെ കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഏകദേശം ഈ ക്ലേ കൊണ്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വൈറ്റ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുത്തിരിക്കണം നിർബന്ധമല്ല, എന്നാൽ ഒന്നും കൂടി ഒന്ന് നീറ്റായിട്ടുണ്ടായിരിക്കും നമ്മൾ വൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫുള്ളായിട്ട് വൈറ്റ് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു ബേസ് കോട്ടിങ് പോലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ ആണ്. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ താഴത്തേക്ക് വീഴൂലേ, അപ്പോൾ എന്തായാലും അവിടെ വൃത്തികേടാവും. അപ്പോൾ ഞാൻ ഇത്ര ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നതിന് നല്ലത് കുറച്ചും കൂടി ഒരു മെസ്സായിട്ട് തോന്നുന്ന ഒരു ടൈപ്പ് എന്തെങ്കിലും കളറായിരിക്കും എന്നാണ് കേട്ടോ പിന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ കണ്ണിൻ്റെ ആ പോർഷനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ആ പീലിയിലൊക്കെ ഇല്ലേ, അതൊക്കെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആ റൗണ്ട് ഒരു വരട്ടില്ലേ 4 സൈഡും, അതെന്തിനാണെന്നറിയോ? അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ആ ചന്ദനത്തിരിയുടെ പൊടിയൊക്കെ വീണ് കിടക്കുമ്പോൾ നമുക്ക് ഈ പൊടിയാണോ അത് ഞാൻ പെയിൻറ്റ് ചെയ്താണോ എന്ന് മനസ്സിലാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം അങ്ങനെ കണ്ണിൻ്റെയൊക്കെ വരച്ചെടുത്തിട്ട് എനിക്ക് ഉറപ്പാണ് അത് കണ്ട അമ്മ എന്തായാലും പറയും, കണ്ണിലാണോ ചന്ദനത്തിരിയൊക്കെ കുത്തി വയ്ക്കുക, കണ്ണ് കുത്തണ്ടായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ വയ്ക്കായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നേ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു ബേസ് കോട്ടിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ടോ, കുറച്ചും കൂടി ഒന്ന് ഒരു ആഷ് കളർ പോലൊക്കെ വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്.